ഇന്ന് നമുക്ക് എങ്ങനെയാണ് എഗ് ദോശ ചെയ്യേണ്ടതെന്ന് നോക്കാം. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് ഞാനിവിടെ ഇപ്പോൾ ഒരു ക്യാരറ്റ് എടുത്തിട്ടുണ്ട്, ചോപ്പ് ചെയ്തതാണ്. പച്ചമുളകുണ്ട്, അത് എരിവനുസരിച്ച് എടുക്കുക. ഞാൻ ഇവിടെ 2 പച്ചമുളക് അരിഞ്ഞതാണ്. ഇതിപ്പം ഒരു സവാള എടുത്താൽ മതി. ഞാനിവിടെ ചെറിയ ഉള്ളിയാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്. ഒരു തക്കാളി എടുത്തിട്ടുണ്ട്, കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട്, 3 മുട്ട എടുത്തിട്ടുണ്ട്. അപ്പം നമുക്കിതാദ്യം ബാറ്റർ തയ്യാറാക്കാം. നമുക്കിതിനകത്ത് മുട്ട പൊട്ടിച്ചൊഴിക്കാം. അതിലോട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി ചേർത്ത് കൊടുക്കാം, തക്കാളി ചേർത്ത് കൊടുക്കാം, പച്ചമുളക് ചേർത്ത് കൊടുക്കാം, ക്യാരറ്റ് ചേർത്ത് കൊടുക്കാം, മല്ലിയില ചേർത്ത് കൊടുക്കാം. ദോശമാവിൽ ഉപ്പുണ്ട്, അതുകൊണ്ട് കുറച്ച് ഉപ്പിടാം. കുറച്ച് കളറിന് വേണ്ടി കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്യും. പാൻ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. നമുക്ക് അതിലോട്ട് ദോശമാവ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ മുട്ട ഒഴിച്ചു കൊടുക്കാം. കുറച്ച് നെയ്യ് ഒഴിച്ചു. തിരിച്ചിട്ടിട്ട് നമുക്കിങ്ങനെ എല്ലാ സൈഡും ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പതുക്കെ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതാണ് എഗ് ദോശ. ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്ത എഗ് ദോശ. ഇത് നിങ്ങൾ വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് നെല്ലാസ് കിച്ചൺ.